ഹലോ ഗായ്സ്, അപ്പം ഇത് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ, നമ്മളിന്നൊരു ഐലൈനർ ടെസ്റ്റിംഗ് വീഡിയോ ആണ്. എനിക്ക് യൂഷ്വലി 2-3 സ്റ്റൈൽ അറിയാം ഐലൈനർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ 2 കണ്ണല്ലേ ഉള്ളൂ, അപ്പോൾ രണ്ട് സ്റ്റൈൽ അങ്ങോട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. ചില ടൈമിന് ഇതേപോലെ ഇതിന് വേണ്ടിയിട്ട് മാത്രം വരുമ്പോഴത്തേക്ക് സെറ്റായിട്ട് വരില്ല. അപ്പം എന്തായാലും നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ ട്യൂഷൻ ഇപ്പം ട്യൂഷൻ ലേറ്റായിട്ട് ഞാനിപ്പോൾ ഐലൈനർ വരയ്ക്കുകയാണ്. ലേറ്റൊന്നും ആയിട്ടില്ല, 10 മിനിറ്റ്സിന് മുമ്പാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ആകെ 10 മിനിറ്റ്സിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതേ ഐലൈനറൊക്കെ തുറന്ന് ഫസ്റ്റ് ഞാൻ വലത് കണ്ണിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊരു ബേസായിട്ടുള്ള ഒരു സംഭവമാണ്. ബേസിക്കായിട്ടുള്ളൊരു സംഭവം, ഒരു ഐലൈനർ ഇതാണ്, സ്റ്റൈലാണ്. ഞാൻ ക്യാമറ നോക്കിയിടാണെങ്കിൽ എന്തായാലും തെറ്റും 100%. അപ്പോൾ ഞാൻ മിറർ നോക്കിയിട്ട് തന്നെ, ഫ്രണ്ടിൽ തന്നെ മിറർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫ്രണ്ടിലുള്ള മിറർ നോക്കിയിട്ട് അങ്ങോട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഐലൈനർ. അപ്പോൾ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഒരു ബേസിക്കായിട്ടുള്ള സംഭവമായിരുന്നു, സ്റ്റൈലായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നീട് എന്താ പറയുക, രണ്ടാമത്തെ സ്റ്റൈൽ ചെയ്യാമെന്ന് ഇങ്ങോട്ട് വിചാരിച്ചു. അപ്പം ഇത് AB, അപ്പുറത്ത് A ഇപ്പുറത്ത് B, മീൻസ് വലത് കണ്ണ് A. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് A, രണ്ടാമത് വരയ്ക്കുന്നത് B. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്നാൽ നിങ്ങൾ ഏത് സ്റ്റൈൽ പറയുന്നു, A ആണ് ഇപ്പോൾ അതേ തൊട്ട് കാണിച്ച് A ആണോ അതോ വരയ്ക്കാൻ പോകുന്നത് B ആണോ ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്നാൽ ആ സ്റ്റൈൽ തന്നെ ഞാൻ എന്താ പറയുക, യൂട്യൂബ് അവസാനിക്കും വരെ ഞാൻ ഇടാവുന്നത്. അപ്പം എന്തേ B സ്റ്റൈൽ ഞാനിങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണ്. A സ്റ്റൈൽ കണ്ടു, ഞാൻ വിചാരിച്ചതാണ് ചെയ്യാമെന്ന്, ബട്ട് ചില നേരം അത് പറ്റില്ല കേട്ടോ. അപ്പം ഞാനങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ബേസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ലൈന് വരച്ചു കൊടുക്കണം. ചെറുതായിട്ട് തിന്നായിട്ട് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ലാർജായിട്ട് വലിയതായിട്ട് കൂർപ്പിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒരു ബേസായിട്ട് ജസ്റ്റ് ഒരു ചെറിയ തിൻ ലൈന്, ഷോർട്ട് ആൻഡ് തിന്നായിട്ടുള്ള ലൈന് വരച്ചു കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം എൻഡിലൊരു വാലിട്ട് കൊടുക്കാം, മീൻസ് ഗ്രാഫ് പൊക്കിയിട്ടുള്ളൊരു വാല് വരച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഗ്രാഫ് പൊങ്ങിയിരിക്കണം, അത്രയ്ക്ക് പൊങ്ങിയിട്ടുള്ളൊരു വരയായിരിക്കണം അത്. അപ്പോൾ നമ്മൾ എൻഡിൽ പോയിട്ട് വരച്ചു കൊടുക്കണം. അപ്പം ഞാൻ അതിൽ പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഫെയിലായി. അപ്പം ഞാൻ ഇവിടെ പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചു. ഇങ്ങനെ വാലിങ്ങനെ വരച്ചിട്ട് ഗ്രാഫ് പൊക്കി വരച്ചിട്ട് ശേഷം അതങ്ങോട്ട് ഇത് ജോയിൻ ചെയ്യണം. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ള സ്റ്റൈലായിരിക്കും, എന്നാലും എനിക്കിതൊക്കെ ഒരു എന്താ പറയുക, ഒന്നുമില്ല, ഒരു സംഭവമാണ് എനിക്ക്. അപ്പം എന്താണ്, ഞാൻ അതിങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. A ഭാഗത്ത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വർക്കൗട്ട് ആയോയെന്ന് ചോദിച്ചാൽ ആയില്ല. ഇപ്പുറത്തെ സൈഡേ ആയുള്ളൂ. A ആയിട്ടുണ്ട്, B ആയിട്ടില്ല. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് ഒരു ഡോട്ടും കൂടെ വരച്ച് എൻഡിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പൊട്ട് ഇട്ട് കൊടുക്കണം, 2 സൈഡും എൻഡിൽ പൊട്ടിട്ടിട്ടിട്ട് നല്ല സൂക്ഷിച്ച് അതിനെ അടച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് പരസ്യം കണ്ടോ ഗൈസ്, അടുത്ത് വന്ന് നോക്കൂ, അടിപൊളിയല്ലേ, കിടിലം കണ്ണല്ലേ. ഇനി നമുക്ക് കുറച്ച് കണ്ണിൻ്റെ പരസ്യങ്ങൾ കണ്ടാലോ, മീൻസ് ഐ ഷോ കണ്ടാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഐ പാർട്ടി ഷോ. കണ്ടോ, ഞാനിങ്ങനെ ഓവറാക്കി ചളവാക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതങ്ങോട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ നല്ലതുപോലെ തന്നെ ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല കിളിക്കുന്ന കണ്ണ്, അല്ല നല്ല മണിക്കുന്ന കണ്ണ്, അടിപൊളിയല്ലേ കണ്ണ്, സൂപ്പറല്ലേ. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയാതെ എനിക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പം എന്തായാലും സെറ്റ് കണ്ണാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നു ഗൈസ്. പിന്നെ മസ്കാര ഇട്ടാൽ ഒന്നുകൂടെ സൂപ്പറായി, പൊളിയായി. എൻ്റെ തീർന്നുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അണ്ട് ജസ്റ്റ് ഐലൈനർ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഫിൽറ്റർ വാരിക്കൂട്ടിയ ഷോ ഒക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം, ഇത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ A ആണോ B ആണോ എന്ന് ഇഷ്ടപ്പെട്ടതും കൂടെ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. പിന്നെ ഇത് ലോങ് വീഡിയോ ആണ്, മാക്സിമം കൂടുതൽ
നിങ്ങൾ അടക്കി പിടിച്ചിരുന്ന് നിങ്ങളുടെ ദേഷ്യങ്ങൾ അടക്കി പിടിച്ചിരുന്ന് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.